ഇതിപ്പോൾ 2 ചിക്കൻ അല്ലേ? 2 ചിക്കന് മൊത്തം നമ്മൾ 20 പീസ്. എന്നിട്ട് മസാല എന്തെല്ലാം ഇപ്പോൾ ആഡ് ചെയ്തേ? മസാല പെപ്പർ പൗഡർ ഇട്ട്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട്, മാഗി ക്യൂബ് ഇട്ട്, മുട്ട. ഇത് എങ്ങനെ അളവ്? ഇതിപ്പോൾ 2 ചിക്കൻ ഇപ്പോൾ 20 പീസ് ആകുമ്പോൾ പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല. കാരണം മാഗി ക്യൂബ്സ് എത്ര എണ്ണം യൂസ് ചെയ്തത്? ചിക്കൻ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് എക്സ്ട്രാ നമ്മൾ ഉപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കൂടും. അപ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. 4 ക്യൂബ് അല്ലേ ഇട്ടല്ലേ? 4 ക്യൂബ്, കുറച്ച് പെപ്പർ. 4 വെച്ചത് കുറേ കോയിൻ്റെ അതില്ലെങ്കിൽ എത്ര ഉപ്പ് കൂടും. മുട്ട എത്ര എണ്ണ? 1 2? ഇതിപ്പോൾ കുറേ 2 കോയിലുകൊണ്ട് അതിന് 2 മുട്ട ഇല്ലെങ്കിൽ ഞാൻ ഒറ്റ പിന്നെ ആവശ്യത്തിന് പെപ്പറും. സമയം ഫ്രിഡ്ജിൽ ചെറുനാരങ്ങ വേണ്ട, ചെറുനാരങ്ങ നല്ലോണം മിക്സ് ആക്കാം. ഇനി ഇത് ഇങ്ങനെ ഫ്രിഡ്ജിൽ കുറച്ച് സമയം, എത്ര മണിക്കൂർ? 3-4 മണിക്കൂറൊക്കെ കൂടുതൽ കഴിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ടേസ്റ്റ് കിട്ടും. 4 മണിക്കൂർ 5 മണിക്കൂറെല്ലാം വെക്കും. ഞാൻ സമയത്ത് എടുത്ത് പൊരിച്ചാൽ മതിയല്ലോ. ഇതാണ് ശരിക്കും ഹോം മെയ്ഡ് ഫ്രൈഡ്. നമ്മൾ പുറത്ത് പോയിട്ട് കഴിച്ചാൽ അതിൻ്റെതായിട്ടുള്ളത് ഉണ്ടാവും. നമുക്കിത് പോകുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയ സീനില്ല. അത്ര ടേസ്റ്റ് ഇല്ലെങ്കിൽ ഏകദേശം വരുമല്ലോ. അപ്പോൾ പ്രശ്നമില്ലല്ലോ. ഹോം മെയ്ഡ് ആകുമ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നേ. നമുക്കിതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്ത പരിപാടി നല്ല ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുക. അപ്പോൾ അതിന് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചാൽ മഞ്ഞൾപ്പൊടി. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് സെറ്റാക്കി എടുക്കാം. ഇതെങ്ങനെ കട്ട് ചെയ്യുന്നത്? കടിച്ചിട്ടാണോ അത് സ്ലിമ്മായിട്ടാണോ? മീഡിയം സൈസാണ്. എത്ര 2 ഉരുളക്കിഴങ്ങാ? അത്യാവശ്യം ഉണ്ടാവില്ലേ കട്ട് ചെയ്താൽ? പീലർ വെച്ചിട്ട് പീൽ ചെയ്തെടുക്കുന്നു. പീലറുണ്ടോ? സുഖമല്ലേ, പെട്ടെന്ന് പരിപാടി ചെയ്യും. ഓക്കെ, അങ്ങനെ തന്നെ പീൽ ചെയ്ത് ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പർ ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ, വെജിറ്റ്സ് അല്ല. ഇനി അടുത്തത് നേരെ എടുത്ത് നമ്മളെ തിളച്ച വെള്ളത്തിലേക്ക് ഇടുക. കുറച്ചൊന്ന് വേവിക്കണ്ടേ? മഞ്ഞൾപ്പൊടി ഉപ്പും അല്ലേ? ഒന്ന് തിളപ്പിച്ചെടുക്കാം അല്ലേ? ഓക്കെ. അങ്ങനെ തിളച്ച് ഇനി നേരെ വെള്ളം ഊറ്റിയിടുക. നല്ല ഒരു പ്ലേറ്റ് എടുത്ത് കുറച്ച് ടിഷ്യൂ പേപ്പറിൽ വെച്ച് നമ്മൾ നേരത്തെ ഊറ്റിയെടുത്ത് പൊട്ടാറ്റോ നല്ല ഡ്രൈ ആക്കാം അല്ലേ? ഇപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. വെള്ളത്തിൻ്റെ അംശം മൊത്തം കളയണം.
ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് നല്ലോണം ഒഴിവാക്കാൻ പറ്റും. മാക്സിമം വെള്ളം ഒഴിവാക്കല്ലേ. ഇനി അടുത്ത പരിപാടി എന്താ? ഇത് ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ നമ്മൾ ടൈം ആകുമ്പോൾ പൊരിക്കുക, ഫ്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പരിപാടി. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കും. പിന്നെ ആവശ്യമുള്ള ടൈം ഫ്രൈ ചെയ്തിടുക. നമുക്ക് ഫ്രൈഡ് ചെയ്യാനുള്ള കോട്ടിങ്ങിലേക്ക് കിടക്കാം. ഇത് മൈദ, ഇതിപ്പോൾ മൈദ രണ്ടും മിക്സ് ചെയ്ത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ആവശ്യാനുസരണം അല്ല, അതിൻ്റെ ക്വാണ്ടിറ്റി ആവശ്യത്തിനെടുക്കാം. അപ്പോൾ നേരത്തെ ഫ്രിഡ്ജിൽ കയറ്റിയ ആളെ പുറത്തേക്ക് എടുക്കുക. എത്ര മണിക്കൂർ വെച്ചിട്ടുണ്ടാവും നമ്മൾ? 3 hours അല്ലേ? 3 മണിക്കൂർ മസാല, 3-4 മണിക്കൂർ മസാല തേച്ച് റെഡിയായ ചിക്കൻ. ഇത് ഫ്രൈഡ് ചിക്കൻ്റെ അടുത്ത സ്റ്റെപ്പ് ഫസ്റ്റ് ലെയർ കോട്ടിംഗ് ആണ്. അതിന് നമ്മൾ നേരത്തെ ഇപ്പോൾ മിക്സാക്കിയ മൈദയും കോൺഫ്ലവറും ചിക്കൻ ഓരോ പീസ് എടുത്തിട്ട് കോട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഈ കാണുന്ന പോലെ നമുക്ക് ഓരോ പീസായിട്ട് കോട്ട് ചെയ്ത് വെക്കാം. ഈ പൊടിയിൽ നമ്മൾ വേറെ ഉപ്പിട്ടിക്കില്ലല്ലോ. അടുത്ത കോട്ടിങ്ങിൽ നമുക്ക് ഉപ്പിടാം. കോൺഫ്ലാക്സിൻ്റെ മൊത്തത്തിൽ 3 കോട്ടിങ് വരാം. പിന്നെ ഇതിൽ മാഗി ക്യൂബ്സിൻ്റെ സോൾട്ട് ഉണ്ടാവില്ലേ? മാഗി ക്യൂബ്സ് ചില ആൾക്കാർ റോസ്റ്റിൻ്റെ പൗഡറൊക്കെ ആക്കിയിട്ട് മസാല. ഇത് നമ്മളെ സ്പെഷ്യൽ റെസിപ്പി. റോസ്റ്റിൻ്റെ പൊടി വാങ്ങിക്കാറില്ല, യൂസ് ചെയ്യില്ല. ഓക്കെ, ഫസ്റ്റ് ലെയർ കോട്ടിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു പീസും കൂടി പെൻഡിങ് ഉണ്ട്. ഫൈനൽ പീസും കൂടി അങ്ങനെ കോട്ട് ചെയ്ത് ഇതിന് ടൈം ഉണ്ടോ? എത്ര നേരം വെക്കണം? അങ്ങനെ എന്തെങ്കിലും ഹാഫ് ആൻ അവറിന്, ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാം. നമുക്ക് മയണൈസ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അതിന് ആദ്യമായിട്ട് എത്ര മുട്ട ഉണ്ട്? 2 മുട്ട, 3 മുട്ട. നമ്മൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നില്ല. 2 മുട്ട വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇപ്പോൾ നമ്മളൊരു 3 മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം 3 മുട്ട എടുക്കുക, മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് കുറച്ച് ഉപ്പിടാം. പിന്നെ അതിൻ്റെ മെയിനായിട്ട് വേണ്ട വെളുത്തുള്ളി 3 നമ്മൾ കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കാം. പിന്നെ മയണൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ 2 ടൈപ്പായിട്ട് ഉണ്ടാക്കാമല്ലോ. പാൽ ഒഴിച്ചിട്ടും അല്ലെങ്കിൽ പിന്നെ ഉരുളക്കിഴങ്ങ്. ഇപ്പോൾ പാൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയല്ല, ഉരുളക്കിഴങ്ങോ മുട്ടയോ ഉരുളക്കിഴങ്ങിന് പകരം മുട്ട, കുറച്ച് പാല്. പിന്നെ വേറെ എന്താണ് സ്പെഷ്യൽ? കുറച്ച് തൈര്. ഇനി നല്ലോണം അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അടിച്ചെടുക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. സാധാരണ കുറച്ച് ഒഴിച്ചിട്ട് ഇതിനെ ഫസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓയില് അധികം തന്നെ ആയിക്കോട്ടെ. നമ്മൾ 3 മുട്ട എടുത്തുകൊണ്ട് തന്നെ നല്ല ക്വാണ്ടിറ്റിയിലുണ്ടാവും. ടിക്കായി വരണമെങ്കിൽ
സ്റ്റിൽ ഇത് തന്നെയും യൂസ് ആയിട്ട് കുറച്ചും കൂടി ആഡ് ചെയ്യേണ്ടി വരും. കുറച്ചുകൂടി ഉപയോഗിക്കണം. നമ്മൾ എടുക്കുന്ന മുട്ടൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് ഓയിലോട്ട് ആഡ് ചെയ്യേണ്ടി വരും. അടുത്ത പരിപാടി കോൾസ്ലോ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ട ഐറ്റം ഒന്ന് ക്യാബേജ്, പിന്നെ ക്യാരറ്റ്. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സാധനമാണ്, ഈ പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ കട്ടിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ക്വാണ്ടിറ്റി എങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ വെജിറ്റബിൾസിൻ്റെ എണ്ണം കൂട്ടാം. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റിലിട്ടിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് ഒന്നുകൂടി ഒന്ന് അരിഞ്ഞ് പിന്നാക്കി എടുക്കാം. പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നല്ല കോൾസ്ലോൻ്റെ ഒരു ടേസ്റ്റും കൂടി നമുക്ക് കിട്ടും. നമ്മൾ ക്യാരറ്റ് ഓൾമോസ്റ്റ് അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാബേജും കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഒന്നുകൂടി ചേർത്തായിക്കോ. എന്നാൽ കറക്റ്റ് നമുക്ക് അരിഞ്ഞ് കിട്ടും. ഓക്കെ, അടിപൊളി. നമ്മൾ ക്യാരറ്റും കേബേജും റെഡിയായി. കോൾസ്ലോവിന് അടുത്ത ഭാഗമായിട്ട് കുറച്ച് പാലെടുത്ത് നമുക്ക് ആവശ്യത്തിന് ഒരു 2 സ്പൂണ് പഞ്ചസാര ഒഴിക്കുക. ഇതൊന്ന് അടിച്ചെടുക്കണം. നമ്മളിപ്പോൾ അടിച്ചെടുത്ത പാലും പഞ്ചസാരയും ഇതിലേക്ക് മിക്സിയിലേക്ക് ഒഴിച്ചെടുക്കാം. പഞ്ചസാര പൊടി മാത്രമായിട്ട് യൂസ് ചെയ്യാം. മിക്സ് ആക്കാണ്ട് വേണമെങ്കിൽ പൊടി നമുക്ക് പൊടിച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്ക്വീസ് ഓഫ് ലെമൺ, ചെറുനാരങ്ങ നീര്, പകുതി വേണ്ട, കുറച്ച് മതി. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മയോണൈസ് നമ്മൾ ആഡ് ചെയ്യണം. കോൾസ്ലോൻ്റെ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത മയോണൈസ് തന്നെയാണ്, അത് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. ആഡ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്ത് വേണ്ടുന്ന രീതിയിൽ നമുക്ക് ഇനി നമ്മളിപ്പോൾ ഈ ആഡ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ലേശം ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടി ആഡ് ചെയ്ത് നമ്മളെ കോൾസ്ലോ ഓൾമോസ്റ്റ് റെഡിയാണ്. നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി മയോണൈസ് ആഡ് ചെയ്യാം. ഉപ്പും പഞ്ചസാരയൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് പാല് വേണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. നമ്മളിവിടെ അധികം പഞ്ചസാര യൂസ് ചെയ്യാറില്ല, അപ്പോൾ നമ്മൾ 2 സ്പൂണ് 1.5 സ്പൂൺ അത്രേ എടുത്തിട്ടുള്ളൂ. നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം മിക്സ് കുടിച്ചാൽ നമ്മളെ പാകത്തിനുള്ള ഉപ്പ് നോക്കി പഞ്ചസാര നോക്കി കോൾസ്ലോ റെഡി. ഹോം മെയ്ഡ് കോൾസ്ലോ റെഡി.
ഓക്കെ, നമ്മൾ ഫ്രൈഡ് ചിക്കന് സെക്കൻഡ് ലെയർ കോട്ടിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിൽ 2 മുട്ട അല്ലേ, 2 മുട്ട വയ്ക്കുക. നല്ലോണം ബീറ്റ് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഓക്കെ, കുറച്ച് ഉപ്പിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പെപ്പർ പൊടി ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയില്ല. ഓക്കെ ഓക്കെ അല്ലേ. ഇനി നേരത്തെ ഫസ്റ്റ് ലെയർ കോട്ടിങ് ചെയ്ത് വെച്ച് ചിക്കൻ എടുക്കാം. ഇനി എന്താ അടുത്ത പരിപാടി, ഓരോ പീസ് ഇതിലങ്ങ് ഡിഫറൻറ്റ്. ഓക്കെ, കുറച്ച് നേരത്തെ നമ്മൾ എടുത്ത പൊടി കുറച്ച് ബാക്കിയുണ്ട്, അതിലേക്ക് നമ്മൾ കോൺഫ്ലാക്സ് ഇടുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് മെയിനായിട്ട് ഇതിലുള്ള കോൺഫ്ലോർ ആണ്. നേരത്തെ മൈദ മിക്സ് അല്ല, കോൺഫ്ലോറും കോൺഫ്ലാക്സും കൂടി മിക്സ് ആക്കാൻ നല്ലോണം. നല്ലോണം പൊടിച്ചെടുക്കണം കോൺഫ്ലാക്സ്. ഇത് നമ്മൾ ലാസ്റ്റത്തെ ഫൈനൽ കോട്ടിംഗ് ആണ്. ചിക്കൻ എടുത്തിട്ട് സെക്കൻഡ് കോട്ടിങ് നമ്മൾ എഗ്ഗിൽ മിക്സ് ആക്കിയിട്ട് നേരെ കോൺഫ്ലാക്സിലേക്ക് കോട്ട് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നമ്മൾ ഫ്രൈഡ് ചിക്കൻ റെഡി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് പൊടിക്കാണ്ട് മിക്സിയിൽ ഇട്ടിട്ട് നമ്മളെ പൊടിയാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. നമ്മളൊരു ടേസ്റ്റ് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. നമുക്ക് ചിക്കൻ ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ എഗ്ഗിൻ്റെ മിക്സിലൊന്ന് മുക്കിയിട്ട് മാറ്റി വെക്കാം. ഇതേപോലെ ഓരോ പീസും ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ കോട്ടിങ്ങിലേക്ക് ഇടുന്നത്. ഓരോ പീസായിട്ട് ചെയ്യാം. ഇതാണ് നമ്മളെ സെക്കൻഡ് ലെയർ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ പീസ്. ഓരോന്നായിട്ട് എഗ്ഗിലും മുക്കിയിട്ട് ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കാനുള്ള പരിപാടി നോക്കാം. ആദ്യം ഒരു പാൻ എടുത്ത് വെച്ച് കത്തിക്കുക, കുറച്ച് ഓയിൽ ഒഴിക്കുക. ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ ഉണ്ട്. നേരത്തെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ച ഫ്രഞ്ച് ഫ്രൈസ് അല്ല, പൊട്ടാറ്റോ സ്ലൈസ് ചെയ്ത് ഓയിൽ ഒഴിച്ച് നല്ലോണം ചൂടാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ്റെ പീസ് സെക്കൻഡ് ലെയർ കോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി ഫൈനലായിട്ടുള്ള പരിപാടി ഇതിൻ്റെ നമ്മളെ കോൺഫ്ലാക്സിൻ്റെ മിക്സിലേക്ക് നല്ലോണം കവർ ചെയ്ത് കോട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇങ്ങനെ ഓരോ പീസായി സൈഡിൽ മാറ്റി വെക്കാം. എന്താ ചെയ്യാം, കോൺഫ്ലാക്സ് പോലെ ഇതെന്തായാലും എത്തും. മൊത്തം 20 പീസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു മിക്സ്ചർ ഒന്നുകൂടി റെഡിയാക്കാം. അടിപൊളിയായിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് കോട്ട് ചെയ്ത് കുറച്ച് നേരം സൈഡിൽ മാറ്റി വെക്കാം. മീൻ ടൈം ഇവിടെ എണ്ണ ചൂടാകുന്നുണ്ട്. ഇത് നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ എല്ലാ പീസും കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്ത നല്ല ഹോംലി ഫ്രൈഡ് ചിക്കൻ റെഡി. അപ്പോൾ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അപാര ടേസ്റ്റാണ്. നമ്മൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കണം. സാമ്പിൾ ട്രൈ ചെയ്യാലോ. സാമ്പിൾ ഇട്ടോ. നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വാരി ഇട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് ഫൈനൽ സ്റ്റേജ്. തീ കുറച്ച് ലോളൊക്കെ വെക്കാം. സൈഡിലേക്ക്
രണ്ടല്ല മുകളിൽ. ഓക്കെ, ഇത് നല്ലോണം ഫ്രൈ ആവട്ടെ. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ കളർ മാറുന്നത് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വേവിച്ചെടുക്കാം. പൊട്ടിയുണ്ട്, ക്രിസ്പി ആയി വരുന്നത്. ലാസ്റ്റ് ഫൈനലായിട്ട് എല്ലാം ഫ്രൈ ചെയ്തിട്ട് സോൾട്ട് ഇട്ടിട്ടൊരു പടപടക്കാനാണ്. നമുക്ക് ഇതിന് എണ്ണയിൽ കോരി മാറ്റുമ്പോൾ ടിഷ്യൂ പേപ്പർ എണ്ണ കുടിക്കാണ്ട് മാക്സിമം ഓയിൽ ഒഴിവാക്കാം. ഓക്കെ, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് റെഡി. അതിൽ നമുക്കിത് മാറ്റാം. സെക്കൻഡ് ബാച്ചുള്ള ഇവിടെ റെഡിയാണ്. ഫസ്റ്റ് ബാച്ച് കംപ്ലീറ്റ് ആയി. ലെറ്റ്സ് ഗോ ഫോർ സെക്കൻഡ് ബാച്ച്. പോരട്ടെ, അടുത്ത് പോരട്ടെ. തിളച്ച തന്നെയാണ്. ചിക്കനിൻ്റെ കൂട്ടും കംപ്ലീറ്റ് ആയി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ പറയും. നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ബാച്ച് ഫ്രൈസും റെഡിയാണ്. ഇനി അതും കൂടി മാറ്റി കഴിഞ്ഞാൽ നമ്മളെ മെയിൻ ഐറ്റം ഫ്രൈഡ് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഒക്കെ വെയിറ്റിംഗ് ആണ്. ഫൈനലായിട്ട് നമുക്ക് സോൾട്ടും കൂടെ ഇട്ടിട്ട് കഴിക്കാം. മിക്സ് കഴിക്കാം. ഓക്കെ, ഫ്രഞ്ച് ഫ്രൈസ് റെഡി. നമ്മളെ മെയിൻ ഐറ്റം ഫ്രൈഡ് ചിക്കൻ നമുക്ക് നമ്മളെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ ലെഗ് പീസ് ഇടാം. പീസുള്ളേ വലിയ പീസ് രണ്ടൊരു പീസും കൂടി സൈഡിലേക്ക് നല്ല സൈഡിലേക്ക്. ഓക്കെ, ഒരു 5-6 ബാച്ച് ഉണ്ടാവും. ഒരെണ്ണം 20 പീസുണ്ട്. കുറച്ച് എത്ര മിനിറ്റ് കൊണ്ട് ഒരു 15 മിനിറ്റ്സ് കൊണ്ടുവരില്ലേ? 20 മിനിറ്റ്സ് അല്ലേ? ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് ഫ്രൈ ചെയ്തിട്ട്. അപ്പോൾ ഇത് മറച്ചിടുമ്പോൾ എങ്ങനെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് 10 മിനിറ്റ് സൈഡ് 10 മിനിറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ഒരു 10-12 മിനിറ്റ് നമ്മൾ ഒരു സൈഡ് കുക്ക് ചെയ്ത് അപ്പോൾ ഇനി മറിച്ചിട്ടിന് ഇനി ഇതേപോലെ ഒരു 10 മിനിറ്റ് കൂടി ആയ ഫസ്റ്റ് ബാച്ച് റെഡി. ഈ ഒരു കളർ വന്നാൽ മതി, ഒരു ലൈറ്റ് ബ്രൗൺ കളറായ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് ബാച്ച് റെഡി. നമുക്കിത് കോരി മാറ്റി വെക്കാം. അല്ല ഓക്കെ അല്ലേ? കേട്ടല്ലേ?
അവിടെ സൈഡിലാക്കല്ലേ? ഓക്കെ, ദാറ്റ്സ് വൺ. ടിഷ്യൂ പേപ്പർ അടിച്ചതല്ലേ? കുഴപ്പമില്ല. ചിക്കനൊക്കെ കറക്റ്റ് വേവാണ്. നമ്മൾ ഫസ്റ്റത്തെ പീസ് പരീക്ഷിച്ച് നോക്കിയതിന് അടിപൊളി. ജ്യൂസിനൊക്കെ പറയാം, സംഭവം അടിപൊളിയാട്ടോ. ഓക്കെ, പിന്നെ നമുക്കങ്ങനെ ബാക്കിയുള്ള ഓരോ പീസായി പൊരിച്ചെടുക്കാം. ഓക്കെ, സെക്കൻഡ് ബാച്ച് റെഡി. അപ്പോൾ ഇനി ബാക്കി ഫർദർ ബാച്ചുകൾ കാണിക്കുന്നില്ല. ഇനി മൊത്തത്തിൽ പൊരിച്ച് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, മാക്സിമം അങ്ങനെ നമ്മളെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചൂട് ഫ്രൈഡ് ചിക്കൻ, നല്ല ഹോംലി ഫ്രൈഡ് ചിക്കൻ, നല്ല ഹോംലി മയണൈസ്, കോൾസ്ലോ, അതോടൊപ്പം നല്ല ഫ്രഞ്ച് ഫ്രൈസും, പിന്നെ ഓറഞ്ച് സാധനമൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. Thank you so much for watching this vlog. See you on next video.